പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാലയെ എന്തൊക്കെ സംഭവിച്ചാലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ദേവരാജനും കൂട്ടരും മുന്നിലേക്ക് പോവുകയാണ്. മാത്രവുമല്ല, ഇനി രജിസ്റ്റർ കൂടി ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയും ചെയ്യും. പിന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അവർ പറയുന്നത് കേൾക്കാനിടയാകുന്ന അഭിഷേക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അഭിഷേക് പോയി കണ്ടിരിക്കുകയാണ് സോഹനെ. ആ ബുദ്ധിയില്ലാത്ത അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നത്. അവരുടെ തന്ത്രങ്ങൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം. അതിന് എന്തു വഴിയാണോ ഉള്ളത് ആ വഴി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഇനിയും ഇവിടെ ഈ ജീവിതം നയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന സോഹൻ പറയുകയാണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്? നീ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ അവളെ നിന്റെ തലയിൽ അവർ കെട്ടിവെക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഇതോടെ ഇനി അവരെ തോൽപ്പിക്കുന്നതിനായി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്താണത്? സോഹൻ ചോദിച്ചതിനെ തുടർന്ന് ശത്രുവിൻ്റെ ശത്രു മിത്രം. അതുകൊണ്ട് തന്നെ അവളെ ഒഴിപ്പിക്കണമെങ്കിൽ ദേവബാലയുടെ ശത്രുവായി എതിർപക്ഷത്ത് നിൽക്കുന്ന ജയരാമൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. ജയരാമൻ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് പേടിക്കേണ്ടതായി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക്. സോഹൻ ഇത് കേട്ടതിനെ തുടർന്ന്, എടാ അത് പുലിവാലാകുമോ? നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് ആ തീരുമാനം എടുത്താൽ പോരെ? ഇത് കേട്ടതിനെ തുടർന്ന്, പോരാ, കാരണം എനിക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകണം. ഇനി എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുക മാത്രമാണ് അതിനുള്ള പോംവഴി. വിശ്വസിച്ചുകൂടെ നിന്ന അമ്മ വരെ ഇപ്പോൾ ചതിച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ജയരാമൻ. ഇതേ തുടർന്നാണ് ജയരാമനെ തേടിക്കൊണ്ട് അഭിഷേക് കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ജയരാമനെ. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ചു പോകുന്ന ജയരാമൻ എന്താണ് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഇനി അച്ഛൻ്റെ സഹായമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുകയാണ് അഭിഷേക്. എനിക്ക് ദേവബാലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിന് ഇനി എനിക്ക് അച്ഛൻ്റെ സഹായം കൂടി ആവശ്യമാണ്. ഇഷയെ ഞാൻ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ നല്ലൊരു തുക അച്ഛന് നൽകാനും ഞാൻ തയ്യാറാണ്. ഇത് കേൾക്കുന്ന ജയരാമൻ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് കൂടി ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നീ പറയുന്നത്. നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് എന്നും എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ സഹായിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നെ ചതിക്കാനാണ് നീ വിചാരിക്കുന്നത് എങ്കിൽ അതിനുള്ള തിരിച്ചടി നിനക്ക് ലഭിക്കും. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് വാക്ക് തെറ്റിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായി എൻ്റെ കൂടെ നിൽക്കാം. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എങ്ങനെയെങ്കിലും ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച് എനിക്ക് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന്
ഒടുവിൽ ഞാനതിന് സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അഭിഷേകിന്റെ അച്ഛനായ ജയരാമൻ. ഇതേസമയം എൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അതിന് അച്ഛൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് നീ പേടിക്കണ്ടടാ മോനെ, ഇനി കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുകയാണ്. ഇതോടെ വീട്ടിലേക്ക് അച്ഛനോട് വരാൻ ആവശ്യപ്പെടുകയാണ് അഭിഷേക്. ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിന്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവരാജനും ദേവബാലയ്ക്കും തിരിച്ചടിയാകുന്നു. അവർ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും എൻ്റെ അച്ഛനെ എതിർക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് ദേവരാജൻ. ഇതേ തുടർന്നാണ് ഗായത്രി ജയറാമിൻ്റെ തിരിച്ചുവരവിനെ പറ്റി അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.